വരണ്ടുണങ്ങിയ മരുഭൂമി കണക്കെ കരഞ്ഞു തീർത്ത കണ്ണുകൾ അറിഞ്ഞിരുന്നില്ല ലാനസിന്റെയും റൊസാരിയോയുടെയും വറ്റിവരണ്ട സാൻ ജുവാൻ ഭൂഗോളങ്ങളിൽ പ്രതീക്ഷയുടെ ഗോളമായി 1987 ജൂൺ 24 അയാൾ ഭൂജാതനാവുന്നത്. കലികാലത്തിനപ്പുറം ഒരു പുതുലോകം വരാനുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന റൊസാരിയോ മുത്തശ്ശി കഥകൾ ഒരുപക്ഷെ അയാളുടെ ഇതിഹാസ പിറവിക്കായി കാത്തിരുന്നിരിക്കണം. ആ വിശ്വസൃഷ്ടിപ്പിന്റെ മായികത നീറുന്ന ഹൃദയത്തിന്റെ വേവുന്ന നെരിപ്പോടിൽ ചവിട്ടി വളർന്ന ആൽബി സെലസ്റ്റൻ ആരാധകരുടെ ഹൃദയാന്തരങ്ങളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പായി വളർന്നു തുടങ്ങിയിരുന്നു. എന്നാൽ നാട്ടിൻപുറത്തുകാരുടെ സിരകളിൽ പ്രതീക്ഷയുടെ ആകിരണം തീർത്ത് റൊസാരിയോയിലെ കവലകളെ ആശ്ചര്യപ്പെടുത്തിയ കുറിയനക്കങ്ങൾ പക്ഷേ വരൾച്ച മുരടിച്ച കുഞ്ഞുകാലുകളിൽ അവസാനിക്കുമെന്ന് കരുതിയെങ്കിലും വിധിയെപ്പോലും അതിജയിച്ചയാൾ ചരിത്രനിയോഗം പോലെ ഇതിഹാസപുത്രനായി അവതരിച്ചു. ലാറ്റിൻ അമേരിക്കക്കും യൂറോപ്പിനുമപ്പുറം ലോകം തന്നെ തന്റെ ഇടംകാലിന്റെ ചുവടുകളിൽ കോർത്തിണക്കിയ ബാലൻ പിന്നെ 20കളുടെ ചുറുചുറുക്കിലും ഇതിഹാസ കാവ്യങ്ങൾ ആലപിച്ചു തുടങ്ങി. എങ്കിലും വിധിയുടെ വിചിത്ര നീക്കങ്ങളിൽ പതറിപ്പോയ മാസ്മരിക പാദമുദ്രകൾക്ക് രാജ്യാന്തര കിരീടത്തിന്റെ മേന്മ വേണമെന്ന് ശാഠ്യം പിടിച്ചവർക്ക് വേണ്ടി 34ന്റെ പ്രായാധിക്യത്തിലും അയാൾ മാറക്കാനയിലെ ചരിത്ര നിയോഗത്തിൽ പൂർണ്ണതയുടെ മഹാലോകം തന്നെ പുൽകി. അതെ, നേട്ടങ്ങളുടെ മഹാകൊടുമുടി തന്നെ കൈയടക്കിയിട്ടും അന്താരാഷ്ട്ര കിരീടത്തിനായി മുറവിളി കൂട്ടിയവർക്കായി മധുരക്കോപ്പയും ഫൈനലിസ്മയും സമർപ്പിച്ച് കൂടെ 7 അഴകിൽ ബാലൻ ഡിയോറിന്റെ നിറപ്പകിട്ടും ചാർത്തി ഇതിഹാസയാത്രയിലെ അവസാന ചുവടും കടന്നയാൾ ജീവിതയാത്രയിൽ 3.5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. അയാളുടെ ഓരോ ജന്മദിനവും ഇത്രമേൽ മഹോന്നതമാവുന്നത് ചരിത്രം കണ്ട എക്കാലത്തെയും മികച്ച ഫുട്ബോളറാണ് അയാളെന്ന യാഥാർത്ഥ്യം തന്നെയാണ്. അതിനാൽ ലോകമേ നിങ്ങൾ ആസ്വദിക്കുക, വീണ്ടും വീണ്ടും ആ കളിയഴകിനെ നിങ്ങൾ ആസ്വദിക്കുക. കാരണം ഇനിയും ഇതുപോലൊരു വിസ്മയ പന്താട്ടക്കാരനെ നിങ്ങൾക്കിനി കാണാൻ സാധിച്ചെന്ന് വരില്ല. ലവ് യു മെസ്സി, വി വിൽ ലവ് യു ഫോർ എവർ. ഹാപ്പി ബർത്ത്ഡേ അവർ ഗോഡ് ലയണൽ ആന്ദ്രേസ് മെസ്സി.